ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 42-ാം വാക്യം. സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദരാ നിന്റെ കണ്ണിലെ കരട് എടുത്ത് കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും? നമ്മുടെ കർത്താവ് എന്നോട് നിങ്ങളോടും ചോദിക്കുകയാണ്, നിന്റെ കണ്ണിൽ വലിയൊരു കോലിരിക്കെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എങ്ങനെയാണ് കാണാൻ സാധിക്കുക? കാരണം നിന്റെ കണ്ണിലെ ആ കോലുകൊണ്ട് നിന്റെ കണ്ണിൻ്റെ കാഴ്ച മങ്ങിയിരിക്കുകയാണ്. ആ കാഴ്ചയില്ലാത്ത കണ്ണുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നിനക്ക് എങ്ങനെയാണ് എടുത്തു കളയുവാൻ സാധിക്കുക എന്ന് നമ്മുടെ കർത്താവ് എന്നോടും നിങ്ങളോടും ചോദിക്കുകയാണ്. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് കഥ പറയുകയാണ്. ഒരു പട്ടണത്തിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ഒരാൾ ധനികനാണ്, ഒരാൾ പരമദരിദ്രനാണ്. ഈ ധനികനായ മനുഷ്യന് നിറയെ ആടുമാടുകളുണ്ട്. ഈ ദരിദ്രനായ മനുഷ്യനോ ഒരേ ഒരു പെൺകുഞ്ഞാട് മാത്രം. ഈ ദരിദ്രനായ മനുഷ്യന് അവൻ സ്വത്തായിട്ടുള്ളതെന്ന് പറയുന്നത്, അവൻ ഉണ്ട് എന്ന് പറയുന്നത് ഈ ഒരേ ഒരു പെൺകുഞ്ഞാട് മാത്രം. ഈ പെൺകുഞ്ഞാടിനെ അവൻ പ്രാണതുല്യം സ്നേഹിച്ചു. ഊണിലും ഉറക്കത്തിലും എവിടെ പോയാലും ഈ പെൺകുഞ്ഞാടിനെ ഈ ദരിദ്രനായ മനുഷ്യൻ ചേർത്തുകൊണ്ട് നടന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ ഒരു അതിഥി വന്നു, ഒരു വിരുന്നുകാരൻ വന്നു. ആ വിരുന്നുകാരന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ധനികനായ മനുഷ്യൻ ഈ തൻ്റെ മൃഗസമ്പത്തിൽ നിറയെ ആടുമാടുകളുണ്ട്, എല്ലാമുണ്ട്. എന്നിട്ടും ആ ആടുമാടുകളിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞാടിനെ പോലും എടുക്കാതെ ഈ ധനികനായ മനുഷ്യൻ അവൻ്റെ അധികാര സ്വാധീനം കൊണ്ടും അവൻ്റെ പണത്തിൻ്റെ സ്വാധീനം കൊണ്ടും ബലാത്കാരമായിട്ട് ഈ ദരിദ്രനായ മനുഷ്യൻ്റെ ഒരേ ഒരു പെൺകുഞ്ഞാട്, അവന് സ്വത്തായിട്ടുണ്ടായിരുന്ന ആ ദരിദ്രന് സ്വത്തായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു പെൺകുഞ്ഞാട്, അതിനെ ബലാത്കാരമായി പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ കൊന്ന് പാകം ചെയ്ത് ഈ ധനികനായ മനുഷ്യൻ്റെ വീട്ടിൽ വന്ന അതിഥിക്ക്, വിരുന്നുകാരന് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുകയാണ്. ഈ കഥ അങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. അതിനുമുമ്പേ ദാവീദ് രാജാവ് വളരെ കോപിഷ്ഠനായി ചാടി എഴുന്നേറ്റ് പറയുകയാണ്, ആരാണ് അധമൻ? അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യൻ എന്ന് പറയുകയാണ്. കാരണം ദാവീദ് രാജാവാണ്, അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനെന്ന് ഇങ്ങനെ കോപിഷ്ഠനായി, ഈ കോപാന്ധനായി ഈ ദാവീദ് രാജാവ് എഴുന്നേറ്റ് ഇങ്ങനെ പറയുമ്പോൾ നാഥാൻ ദാവീദിൻ്റെ മുഖത്ത് നോക്കി പറയാണ്, നീയാണ് ആ മനുഷ്യൻ എന്ന് പറയുകയാണ്. ദാവീദ് ഞെട്ടിപ്പോയി. ഞാനോ? അപ്പോൾ ഈ നാഥാൻ പറയുകയാണ്, നീ ഊരിയാവിൻ്റെ ഭാര്യയെ ബലാത്കാരം ചെയ്തില്ലേ? നിനക്ക് നിറയെ ഭാര്യമാരുണ്ടായിരിക്കെ, സുന്ദരിമാരായ അനേകം ഭാര്യമാരുണ്ടായിരിക്കെ, അനേകം വെപ്പാട്ടികൾ ഉണ്ടായിരിക്കെ, നീ ഇതാ അവരെയൊക്കെ നോക്കാതെ നീ ആ ഊരിയാവിൻ്റെ ഒരേ ഒരു ഭാര്യ ആ ബത്ശബയെ നീ ബലാത്കാരം ചെയ്തില്ലേ? അവളെ പരിഗ്രഹിച്ചില്ലേ? എന്നിട്ട് ആ പാപം മറയ്ക്കാനായിട്ട് നീ ആ നിഷ്കളങ്കനും നിരപരാധിയും രാജ്യസ്നേഹിയുമായ ആ ഊരിയാവിനെ, നിന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന, രാജ്യത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ ഊരിയാവിനെ നീ മനഃപൂർവ്വം കൊന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ദാവീദിന് ഉത്തരം മുട്ടിപ്പോയി. പ്രിയമുള്ളവരെ, ഈ ദാവീദിനെ പോലെ നമ്മളും നമ്മുടെ വലിയ വലിയ പാപങ്ങൾ നമ്മുടെ മറച്ചു വെച്ചുകൊണ്ട്, വലിയ കൊലപാതകങ്ങൾ, വലിയ വ്യഭിചാരങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ തെറ്റുകൾ, ചെറിയ ചെറിയ പാകപ്പിഴകൾ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് അവരെ ശിക്ഷയ്ക്ക് വിധിക്കുമ്പോൾ നമ്മോടും നാഥാൻ പ്രവാചകൻ പറയാണ്, നീയാണ് ആ മനുഷ്യൻ. നിന്റെ കണ്ണിൽ വലിയൊരു കോല് കൊണ്ട് വെച്ചിരിക്കെ, നീ ആ കോല് കൊണ്ട് നിന്റെ കണ്ണിൻ്റെ കാഴ്ചയെല്ലാം മങ്ങിയിരിക്കെ, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ ആ തെറ്റുകളാകുന്ന ആ കരടിനെ നീ നോക്കാൻ പോകുമ്പോൾ നാഥാൻ പ്രവാചകൻ പറയാണ്, നീയാണ് ആ മനുഷ്യൻ. പ്രിയമുള്ളവരെ, കരടായാലും കോലായാലും കണ്ണിൻ്റെ കാഴ്ച മറയ്ക്കുന്നതാണ്. ആ കണ്ണിൻ്റെ കാഴ്ച അന്ധത മറയ്ക്കുന്നവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ വന്നത് കുരുടന് കാഴ്ച കൊടുക്കാനാണ്. ഈ കുരുടന് കാഴ്ച കൊടുക്കാൻ വന്ന ആ നല്ല വൈദ്യനായ യേശുമ്പുരാനെ നമുക്ക് പിന്തുടരാം. ആ യേശുമ്പുരാൻ്റെ ആ വചനം നമ്മളിൽ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മീയമായി അന്ധകാരമായിരുന്നവരൊക്കെ നല്ല ആത്മീയമായ പ്രകാശമുള്ളവരായിരിക്കും. യേശുവിൻ്റെ ആ പ്രകാശം നമ്മളിൽ വരുമ്പോൾ ആ പ്രകാശത്തിലൂടെ മറ്റുള്ളവരുടെയും, നമ്മുടെ സഹോദരനെയും അയൽക്കാരെയും
സഭയിലുള്ള ആൾക്കാരെയും ബന്ധുക്കളെയും ചാർച്ചക്കാരെയും ഒക്കെ നമ്മൾ നല്ലവരായി കാണും. അവരെ നമ്മൾ കുറ്റം വിധിക്കുവാൻ പോവുകയില്ല. അവരുടെ ചെറിയ ചെറിയ കുറ്റങ്ങളെയും തെറ്റുകളെയും ഒന്നും നമ്മൾ വലിയ പർവ്വതീകരിച്ച് കാണാതെ നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ അറിയാം, വലിയ കോൽ നമ്മുടെ കണ്ണിലിരിക്കെ നമ്മൾ മറ്റുള്ള ചെറിയ ചെറിയ തെറ്റുകളെ നമ്മൾ വിമർശിക്കുവാൻ പോകുമ്പോഴൊക്കെ ഈ നാഥാൻ പ്രവാചകനും നമ്മുടെ കർത്താവും ചോദിക്കുകയാണ്, ഇതാ നീ ആണ് ആ മനുഷ്യൻ. അതുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുന്നതിന് മുമ്പ് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്തുകൊണ്ട് ഈ നല്ല വൈദ്യനായ ആ യേശുമ്പുരാന്റെ പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല കാഴ്ചയുള്ളവരായി ലോകത്തെ വിധിപ്പാൻ നമ്മൾ ആരുമല്ല എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.